ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ എന്തേ ഞാനൊരു മോസ് ഗാർഡൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ മോസ് ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ട സാധനമാണ് പായൽ, മോസ്. അപ്പോൾ ദേ അത് അന്വേഷിച്ച് പറമ്പ് മുഴുവൻ അന്വേഷിച്ചെടുത്തപ്പോൾ ദേ കിണറിൻ്റെ വക്കത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കിണറിൻ്റെ അവിടെ അത്യാവശ്യം മോസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കളക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കത് കളക്ട് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം തിക്കോടുകൂടി പായൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും നമുക്ക് കിട്ടി. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഇനി നമുക്ക് മോസ് ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് വേണ്ടത് ഒരു ചട്ടിയാണ്. ഇപ്പം ഞാൻ ചട്ടിയിലാണ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കണേ. അപ്പം ഞാൻ ഈ അടുക്കളയിൽ നിന്ന് ഒരു ചട്ടി എടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പഴയത് യൂസ് ചെയ്യാതിരുന്ന ഒരു ചട്ടിയാണ്. അപ്പോൾ ഇതിപ്പോൾ മൊത്തം ഒരു വലിയ ലുക്കൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം ഭംഗി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ചിപ്പൂസിന് ഇഷ്ടം എന്താ പറയുക, ഗോൾഡൻ കളറാണ്. അപ്പോൾ ഗോൾഡൻ പെയിൻറ്റ് സ്പ്രേ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മോസ് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് മിനിയേച്ചേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു കൊച്ചു വീടുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു കാർഡ്ബോർഡ് പീസിൻ്റെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് എന്താ പറയുക, ഐസ്ക്രീം സ്റ്റിക്സ് വേണം. പിന്നെ ഫെവിക്കോൾ. അപ്പം ഞാൻ കാർഡ്ബോർഡ് ഇതേപോലെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഒരു വീടിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ ഐസ്ക്രീം സ്റ്റിക്സ് വെച്ച് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ വീടിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മിനിയേച്ചേഴ്സും കൂടി ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. മഷ്റൂം, ടോട്ടോയ്സ്, ക്രാബിറ്റ്, പിന്നെ ബീറ്റിൽ, അങ്ങനെ കുറച്ച്. ഇനി അടുത്തതായിട്ട് ഒരു ചെറിയൊരു കണ്ടെയ്നർ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കൊന്ന് ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ബാക്ക് സൈഡിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ചെയ്യണമെങ്കിൽ അത് എക്കോ പെയിൻ്റ് ആയിരിക്കണം. പക്ഷേ എക്കോ പെയിൻറ്റ് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ബ്ലൂ ഷെയ്ഡ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് ചട്ടി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മണ്ണിട്ട് പകുതി മണ്ണിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം.
മണ്ണ് പകുതി ഇട്ട് ഫില്ലായതിന് ശേഷം നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ച ആ കണ്ടെയ്നർ ഒരു സൈഡിലായിട്ടൊന്ന് വെച്ചിട്ട് ബാക്കിയുള്ള മണ്ണും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിലൊക്കെ ഒന്ന് മണ്ണ് എന്താ പറയുക ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെക്കാനായിട്ട് ഞാനൊരു പ്ലാന്റ് അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു റെഡ് പാമിൻ്റെ ഒരു ചെറിയൊരു തൈയാണ് ഇതിൽ വെക്കുന്നത്. അപ്പോൾ അതൊന്ന് നട്ടു കൊടുക്കാം. അത് നന്നായി പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് മോസ് വെച്ച് കൊടുക്കാം. അപ്പോൾ പായൽ വെക്കുമ്പോൾ കഴിവതും നല്ല തിക്കായിട്ടുള്ള പായൽ തന്നെ വെക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ആ മിനിയേച്ചർ ഹൗസും കൂടി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സ്ഥലം മുഴുവനും പായൽ വെച്ച് കൊടുക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു സ്റ്റെപ്സ് പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പായൽ വെക്കാം. അപ്പം ഞാൻ കുറച്ച് സ്റ്റോൺസും പിന്നെ അതുപോലെ തന്നെ പെബിൾസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ കണ്ടെയ്നറിലോട്ട് ഈ സ്റ്റോൺസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ അക്വേറിയത്തിൻ്റെ സൈഡിലായിട്ട് ഫുള്ള് നമുക്ക് ഈ പെബിൾസ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മിനിയേച്ചർ മോസ് ഗാർഡൻ്റെ ഫൈനൽ ഫിനിഷിങ് ടച്ചസ് നമുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ചെറിയ മിനിയേച്ചേഴ്സും കൂടി നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ മോസ് ഗാർഡൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.